ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവർക്കും ആദ്യമായിട്ടൊരു ശുഭദിനം നേരുന്നു. അങ്ങനെ ഒരു അടുത്ത ആഴ്ചയിലേക്ക് നമ്മൾ വീണ്ടും കിടക്കുകയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്ത ആ ഒരു സമയത്ത് അവസാനത്തെ ഒരു 1 അവറിൽ നിഫ്റ്റി ഉണ്ടാക്കിയ ഒരു മൂവ്മെൻറ്റ് ഇൻട്രാഡേ ലോയിൽ നിന്ന് അതിശക്തമായൊരു മൂവ്മെൻറ്റാണ് ഉണ്ടാക്കിയിരുന്നത്. എന്നാൽ നമ്മുടെ മാർക്കറ്റ് മാത്രമാണ് കഴിഞ്ഞ വീക്കിലി അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചത്. US മാർക്കറ്റൊക്കെ ഇടിവിലായിരുന്നു. US മാർക്കറ്റ് ഒന്ന് കണ്ടുവരാം. US ഏറ്റവും താഴെ കാണാം US വിക്സ് 25% സ്പൈക്ക് ചെയ്തു. 22 എത്തി നിൽക്കുന്നതാണ് US വിക്സ്. നാസ്ഡാക്ക് എന്നാൽ ഫ്ലാറ്റായിരുന്നു. എന്നാൽ ഡോ ഏകദേശം ഒരു 1% അടുത്തും. യൂറോപ്യൻ മാർക്കറ്റ് അതിന് മുകളിലുള്ള 3 യൂറോപ്യൻ മാർക്കറ്റും ഇടിവിലായിരുന്നു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ജപ്പാൻ മാർക്കറ്റ് ഇടിവിലാണ്. നിക്കി കാണാം. കൊറിയ പോസിറ്റീവാണ്, എന്നാൽ ചൈന നെഗറ്റീവാണ്. ഓസ്ട്രേലിയ S&P AX200 ഓസ്ട്രേലിയ എന്നാൽ ഇടിവിലാണ്. ഗോൾഡ് $4088 പെർ ഔൺസ് XAU/USD കാണാം. പിന്നെ മുകളിലേക്ക് പോകുകയാണെങ്കിൽ ബിറ്റ് കോയിൻ 95,000 എത്തി. ശക്തമായിട്ടുള്ള ഇടിവ് രേഖപ്പെടുത്തി. ബിറ്റ് കോയിൻ 1,00,000 താഴെ പോയി. പിന്നെ നമുക്ക് ഏറ്റവും ടോപ്പിൽ കാണുന്നത് ഗിഫ്റ്റ് നിഫ്റ്റിയാണ്. 26,000 എന്ന റേഞ്ചിലായിരുന്നു ഗിഫ്റ്റ് നിഫ്റ്റി നിൽക്കുന്നത്. 25,950 ആയിരുന്നു ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ക്ലോസ് ഉള്ളത്. അപ്പോൾ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഗിഫ്റ്റ് നിഫ്റ്റി ഓപ്പണായി വരും. എന്നാൽ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റുകളിൽ അത്ര വലിയ ഒരു പോസിറ്റിവിറ്റി കാണാൻ സാധിക്കുന്നില്ല. നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം US മാർക്കറ്റിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് മോഡാണ് ഉണ്ടായിരുന്നത്. മാർക്കറ്റിനെ വലിയ തോതിൽ സ്വാധീനിക്കുന്നതൊന്നും തന്നെ ഈ ഒരു വീക്കെൻഡ് നടന്നിട്ടില്ല. നമ്മുടെ മാർക്കറ്റിലേക്ക് വരാണെങ്കിൽ Q2 റിസൾട്ടുകളെല്ലാം തന്നെ നിന്നു. ഓൾമോസ്റ്റ് കമ്പനീസിൻ്റെ എല്ലാം തന്നെ ഓൾമോസ്റ്റ് അല്ല, ഒരു 98% കമ്പനീസിൻ്റെയും വന്നു കഴിഞ്ഞു റിസൾട്ട്. ഇനിയിപ്പോൾ റിസൾട്ട് അല്ല മാർക്കറ്റിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇനി ലോക്കൽ ക്യൂസുകൾ ഇപ്പോൾ എലക്ഷൻ വന്നു കഴിഞ്ഞു, അതിൻ്റെയും ഇമ്പാക്റ്റ് കിട്ടി. ഇനിയിപ്പോൾ താരിഫൊക്കെ ആയിരിക്കും വീണ്ടും മാർക്കറ്റിൽ ചർച്ച ചെയ്യപ്പെടാനായിട്ടുള്ള സാധ്യതയുള്ള ഈവൻറ്റുകൾ. അതിനുശേഷം ഓരോ രാജ്യങ്ങളുടെ ഈവൻറ്റുകളൊക്കെ ഉണ്ടാവും. നമ്മുടെ ഗ്ലോബൽ ഈവൻറ്റ് ടാബിലുണ്ട്, അത് നമ്മുടെ വെബ്സൈറ്റിലുണ്ട്, ട്രേഡബിൾ ടാബിലുണ്ട്, വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ മാർക്കറ്റ് സമയത്ത് ന്യൂസുകൾ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. പല ഇൻവെസ്റ്റ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള റീൽസ് നമ്മൾ ഷെയർ ചെയ്യാറുണ്ട്. അത് നമ്മളെ ഇൻസ്റ്റാഗ്രാമിലും ന്യൂസ് നമ്മുടെ ടെലഗ്രാമിലാണ്. അതിൻ്റെയും രണ്ടിൻ്റെയും ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് മാത്രം ജോയിൻ ചെയ്യാം. ഇനി നമുക്ക് ഇന്നത്തെ മാർക്കറ്റിലുള്ള പ്രധാന സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ഇത് ബൈ സെൽ റെക്കമെൻഡേഷൻ അല്ല. ഐഡിയ ഫോർജ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് അല്ല, അവർ 100 കോടി രൂപയുടെ ഒരു ഡിഫൻസ് കോൺട്രാക്ട് ഓർഡർ കമ്പനിക്ക് ലഭിച്ചതായിട്ട് കമ്പനി അറിയിച്ചു. ആനന്ദരാജ് കമ്പനി 4,500 കോടി രൂപയാണ് ഇവരുടെ ഡേറ്റാ സെൻറ്റർ, ആന്ധ്രാപ്രദേശിലുള്ള ഡേറ്റാ സെൻറ്റർ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് കമ്പനി സ്പെൻഡ് ചെയ്യുന്നത്. ലുപ്പിൻ ഫാർമ കമ്പനിയാണ്. US ഡ്രഗ് കൺട്രോൾ അതോറിറ്റീസ് ഇൻസ്പെക്ഷൻ നടത്തി. സക്സസ്ഫുള്ളി ഇൻസ്പെക്ഷൻ കംപ്ലീറ്റ് ആയി എന്നുള്ള ന്യൂസ്. ഗോദാവരി പവർ നെറ്റ് പ്രോഫിറ്റ് 1.5% ഇയർ ഓൺ ഇയർ നെറ്റ് പ്രോഫിറ്റ് ഉയർന്ന് 161 കോടി രൂപ കരസ്ഥമാക്കി. കൊട്ടാക് ബാങ്ക് കമ്പനി സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. നവംബർ 21 ബോർഡ് മീറ്റിങ്ങിന് തീരുമാനിക്കും. ഇന്നോക്സ് വിൻഡ് നെറ്റ് പ്രോഫിറ്റ് അവർ 43% വർദ്ധിച്ചു. സൺ TV നെറ്റ് പ്രോഫിറ്റ് 13% ഇടിവ് രേഖപ്പെടുത്തി. സൈമൻസ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 41% ഇടിവ് രേഖപ്പെടുത്തി. KP ഗ്രീൻ കമ്പനി ഇവർ 698 കോടി രൂപയുടെ ഒരു കോൺട്രാക്റ്റ് SCVൻ്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചു. IRB ഇൻഫ്ര കമ്പനി ഇവർക്ക് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന് പുതിയൊരു കൺസ്ട്രക്ഷൻ ഓർഡർ കിട്ടി. അലംബിക് ഫാർമ കമ്പനി ഇവരുടെ മെഡിസിൻ US അംഗീകരിച്ചു എന്നുള്ള ന്യൂസുണ്ട്. അഹ്ലുവാലിയ കോൺട്രാക്റ്റ് 38 കോടി രൂപയിൽ നിന്ന് 79 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർന്നു. അശോക് ബിൽഡ്കോൺ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 83% ഇടിവ് രേഖപ്പെടുത്തി. മാക്സ് ഹെൽത്ത് കെയർ ആവട്ടെ 282 കോടി രൂപയിൽ നിന്ന് 480 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. വിമാർട്ട് റീറ്റെയിൽ കമ്പനി 2 കോടി രൂപ ലോസ് ഉണ്ടായ കമ്പനി ഈ തവണ പ്രോഫിറ്റിലാണ് ഉള്ളത്, 18 കോടി രൂപ. അപ്പോൾ നമുക്ക് വൈകിട്ട് പോസ്റ്റ് മാർക്കറ്റ് ന്യൂസൊക്കെ എത്താം. എല്ലാവർക്കും ഒരു കൂടി ശുഭദിനം നേരുന്നു. താങ്ക് യു.